ൊപ്പം ഇപ്പോൾ രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എ ജയശങ്കർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ എ ജയശങ്കർ, കുറേ ദിവസമായി കുറേ വെളിപ്പെടുത്തലുകൾ കേരളം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആരോപണ വിധേയ സ്ഥാനത്ത് നിൽക്കുന്നത് ഈ അമ്മ സംഘടനയിലെ പല ഭാരവാഹികളുമാണ്. ഈ ഒരു കൂട്ടരാജിയോടെ ഈ ഒരു കമ്മിറ്റി പിരിച്ചുവിട്ടതോടെ ഒരു ശുദ്ധീകരണത്തിന്റെ ഒരു തുടക്കം എന്ന് നമുക്ക് വിശ്വസിക്കാമോ? നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. പക്ഷെ അത്ര വലിയ ശുഭപ്രതീക്ഷ ഒന്നും വച്ചു പുലർത്തുന്നതിൽ കാര്യമില്ല. കാരണം ഇത് ഇന്നലെ തുടങ്ങിയ ആ ഒരു ഏർപ്പാടല്ല നാളെയോ മറ്റന്നാളോ അവസാനിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വലിയ അർത്ഥമില്ല. സമൂലമായ ഒരു മാറ്റം ഇവിടെ അനിവാര്യമാണ്. അമ്മ സംഘടന പിരിച്ചുവിടുകയാണോ അതിന്റെ കമ്മിറ്റി പിരിച്ചുവിടുകയാണോ ചെയ്തതെന്ന് എനിക്കറിയില്ല. കമ്മിറ്റി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഒരു സംഘടനയാണ്. അങ്ങനെയാണ് ആ പത്രക്കുറിപ്പിലുള്ളത്. കമ്മിറ്റി പിരിച്ചുവിട്ടു. അപ്പോൾ പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കണം. പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുമ്പോൾ പെൺവാണിഭ രംഗത്ത് കഴിവും പ്രാപ്തിയില്ലാത്ത ആളുകൾ നോക്കിയിട്ട് തെരഞ്ഞെടുക്കണമെങ്കിൽ സംഘടനയുടെ ഭാരവാഹികൾ രാജിവെക്കുന്ന കാഴ്ച നമുക്ക് ഒഴിവാക്കാം. അത്രേ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുമ്പോൾ ഈ കാര്യത്തിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തുന്നത് നന്നായിരിക്കും. ഇപ്പൊ ഈ താരസംഘടന ഒരു ജാരസംഘടനയായിട്ട് മാറി എന്നുള്ളതാണല്ലോ ഇതിന്റെ. സിദ്ദിഖിന് പകരം ബാബുരാജ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുമെന്ന് കേട്ടതേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിനെതിരെ 2 ആരോപണങ്ങളാണ് വന്നത്. ഇനിയിപ്പോ സെക്രട്ടറിക്കെതിരെ പുതിയ ആരോപണങ്ങൾ ഉയർന്നു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരി, വളരെയധികം നന്ദി ശ്രീ എ ജയശങ്കർ സംസാരിച്ചത്.